ഒരു മാസം മുമ്പ് വരെ രാജ്യദ്രോഹിയെന്നും ദേശവിരുദ്ധനെന്നും മുദ്രകുത്തി ആക്രമിച്ച ഒരാളെ ഇന്ന് അതേ രാഷ്ട്രീയ പക്ഷം ഭരണപക്ഷത്തേക്ക് ക്ഷണിക്കുന്നു. ഇതാണ് ഇന്നത്തെ BJP രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്ന്. കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാലെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ NDAയിലേക്ക് ക്ഷണിച്ചതായാണ് ഇപ്പോൾ രാഷ്ട്രീയ വലിയ ഒരു ചർച്ചയാവുന്നത്. അഭിജിത്ത് ദീപ്കെ അംബേദ്കറൈറ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഊർജ്ജസ്വലനായ യുവാവാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം BJPക്കൊപ്പം ചേരുന്നത് പരിഗണിക്കണമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്നും അതിനാൽ തന്നെ അഭിജിത്ത് ഭരണപക്ഷത്തിനൊപ്പം നിൽക്കണം എന്നതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വാദം. പക്ഷേ അഭിജിത്തിൻ്റെ മറുപടിയാവട്ടെ അതിലും കൃത്യമായിരുന്നു. ഒരു മാസം മുമ്പ് വരെ താൻ നിങ്ങൾക്ക് ദേശവിരുദ്ധനായിരുന്നു. ഇതോടെ BJPക്കെതിരായ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. ഇന്നലെ ദേശവിരുദ്ധൻ, ഇന്ന് ക്ഷണിക്കപ്പെടുന്ന ഒരു യുവാവ്. അപ്പോൾ മാറിയത് അഭിജിത്ത് ദീപ്കയാണോ അതോ BJPയുടെ രാഷ്ട്രീയ നിലപാടാണോ എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ ഒരാളെ ദേശവിരുദ്ധനെന്ന് വിളിക്കുക, പ്രതിഷേധിച്ചാൽ രാജ്യവിരുദ്ധനെന്ന് മുദ്ര കുത്തുക, സർക്കാരിനെ ചോദ്യം ചെയ്താൽ രാജ്യദ്രോഹിയാക്കുക. എന്നാൽ അതേ വ്യക്തിയിൽ രാഷ്ട്രീയ സാധ്യത കണ്ടാൽ അദ്ദേഹത്തെ ക്ഷണിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കുക. ഇത് രാഷ്ട്രീയ ആശയമാണോ അതോ അധികാരത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് മാറുന്ന നിലപാടാണോ എന്ന് പലരും ചോദിക്കുകയാണിപ്പോൾ. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ തന്നെ അധികാര രാഷ്ട്രീയത്തെ പരിഹസിച്ചും ചോദ്യം ചെയ്തും രംഗത്ത് വന്ന അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ഭരണപക്ഷത്തേക്ക് ക്ഷണിക്കുന്നത് ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. ചോദ്യം ചെയ്യുന്ന യുവാക്കളെ നേരിടാൻ BJPക്ക് കഴിയാതെ വരുമ്പോൾ അവരെ കൂടെ നിർത്തുവാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം പ്രസക്തമാവുന്നത്. അധികാരത്തെ ചോദ്യം ചെയ്താൽ ദേശവിരുദ്ധൻ, അധികാരത്തോട് ചേർന്ന് നിന്നാൽ അത് രാജ്യസ്നേഹി. ഇങ്ങനെയാണെങ്കിൽ ചോദ്യം BJPയോടാണ്. ഒരു മാസം മുമ്പ് ദേശവിരുദ്ധനായ ഒരാൾ ഇന്ന് എങ്ങനെയാണ് അംബേദ്കറൈറ്റ് യുവാവായി മാറിയത്? എന്തായാലും അഭിജിത്ത് ദീപ്കയുടെ മറുപടി BJPയുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിലുള്ള ഒരു കൊട്ടുകൂടിയാണ്.